വാപ്പ മരിച്ച കാര്യം ഇക്കാനെ വിളിച്ച് പറയണ്ടേ? വിളിക്കട്ടെ. ഇക്ക ഒന്നുകൂടെ വേഗം വരുമോ? വാപ്പാക്ക് സുഖമില്ല. എന്താ വാപ്പാക്ക് സുഖമില്ലേ? ഞാൻ വരുമ്പോ വാപ്പാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് പറ്റി വാപ്പാക്ക്? നീ വാപ്പാക്ക് ഫോൺ കൊടുക്ക്. വാപ്പാക്ക് ഫോണ് നിങ്ങളിങ്ങോട്ട് വേഗം വരി. പിന്നെ മരിച്ചു കിടക്കുന്ന ആൾക്കല്ലേ ഫോൺ കൊടുക്കണം. എന്താ ഇവള് ഫോണ് കട്ട് ചെയ്തത്? വാപ്പ എവിടെ? വാപ്പാക്ക് എന്തെങ്കിലും പെട്ടെന്ന് സുഖമില്ലാണ്ടാകാൻ കാര്യം? വാപ്പ എവിടെ? അതാ വാപ്പ. വാപ്പ ഇതെന്താ വാപ്പാക്ക് പറ്റി? വാപ്പ വാപ്പ എടിക്ക് വാപ്പ. ഷഹാന എന്താ വാപ്പാക്ക് പറ്റിയത്? വാപ്പ എടിക്ക് വാപ്പ. നീ വേഗം ആംബുലൻസ് വിളിക്ക്. വാപ്പ ഇക്ക വാപ്പ മരിച്ചു. മരിക്കേ? വാപ്പ എന്താ അല്ലേ, ഒരു കുഴപ്പമില്ലാണ്ട് നടന്ന മനുഷ്യനായിരുന്നു. ഇപ്പം ഇത്തിരി പച്ച പിടിച്ച് വന്നേ ഉള്ളൂ, അപ്പോഴേക്കും എന്താ മരിച്ചു. ആ ചെക്കനിക്കിപ്പോൾ വാപ്പയും ഇല്ലാണ്ടായി. ഉമ്മ മരിച്ചതിന് ശേഷമേ ആ വാപ്പ എങ്ങനെ നോക്കിയതാണെന്നറിയോ അവനെ. ഇപ്പം വാപ്പയും പോയി. ശരിക്കും ചങ്ങാതികളിനെ പോലെയായിരുന്നു. മരുമകളൊക്കെ പണങ്ങിപ്പോയി എന്നാണല്ലോ കേട്ടത്. അവളത് അവിടെ ഇരിക്കണു. എപ്പോൾ വന്നു? ആ പെണ്ണൊക്കെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ കേട്ടത് എന്താണെന്നറിയോ, ബിസിനസ്സൊക്കെ ചെയ്തിട്ടേ ആ ചെക്കൻ്റെ അടുത്ത് 10 പൈസ വന്നപ്പോഴേ ആ പണങ്ങിപ്പോയി മരുമകൾ തിരിച്ചു വന്നു എന്നാണ്. ആ, അത് ശരിയായിരിക്കും. ആ നിൽക്കണ കണ്ട, അതാണ് മരുമകളുടെ ഉമ്മ. ഇതാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ട് അവിടെ? മയ്യത്തെടുക്കാൻ പോവുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടോളി. ഷഹാന, ആർക്കും ഒരു സംശയമില്ലാത്ത പോലെ വേണം നിൽക്കാൻ. മനസ്സിലാകണ്ട, മുജീബിൻ്റെ അടുത്ത് പ്രത്യേകിച്ച്. അല്ലെങ്കിൽ അവനക്ക് സംശയമായാലോ, അവൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു അറിഞ്ഞും ചെയ്യണം. മനസ്സിലാകണ്ട ഞാൻ പറയുന്നത്? ആ ശരി ഉമ്മ. ഉമ്മ ഇവിടെ നിൽക്കുമോ 2 ദിവസം? 2 ദിവസം ഇവിടെ നിൽക്കാനാ? അയ്യേ, ഞാൻ പോട്ടെ. എൻ്റെ മനസ്സൊക്കെ എന്തോ പോലെ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ആ ഉമ്മ പോയിക്കോ. മുജീബേ, നീ അവിടെ റൂമിൽ പോയി കിടക്ക്. ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം പടച്ചോന്റെ കയ്യിലല്ലേ. നമ്മൾ ആരും വിചാരിച്ചില്ല നിൻ്റെ വാപ്പ ഇത്ര പെട്ടെന്ന് മരിക്കുന്നു. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു. അന്നും കൂടി ഫോൺ വിളിച്ചപ്പോൾ എത്ര നേരം സംസാരിച്ചു എന്നറിയോ? എന്ത് നല്ല സ്നേഹമായിരുന്നു. എന്നെക്കൊണ്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞു കാണാനായിട്ട്. ഷഹാന, ആ ഉമ്മ പോയിക്കോ. മുജീബേ, ഞാൻ പോവുകയാണേ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അവിടെ കോഴിക്കൂടൊക്കെ ഉണ്ടേ. അപ്പൊ അത് നോക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പോണത്. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോയിട്ടുണ്ടാവുള്ളായിരുന്നു. എന്നാ ശരിട്ടാ. ഹലോ, എന്തെങ്കിലും ചെയ്യ്. ആരാ ഫോണില്? അത് മില്ലെന്ന് സലീംക്ക് വിളിച്ചതാണ്. ലോഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിന് നിങ്ങൾ അവരുടെ അടുത്ത് ചൂടായിട്ട് എന്താന്ന് കാര്യം? നിങ്ങൾ വാപ്പയും കൂടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. ഇനിയിപ്പോ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിർത്തി വെക്കാൻ പറ്റുമോ? ഈ സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ വാപ്പ മരിച്ചതാണല്ലോ. നിങ്ങളുടെ വാപ്പയും കൂടിയിട്ടാണല്ലോ മില്ലൊക്കെ നോക്കി നടത്തിയത്. അപ്പൊ ഇനി മുതൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് നോക്കി നടത്താൻ വിഷമമൊക്കെ ഉണ്ടാവും. അതെനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് നോക്കി നടത്തണ്ട. ഇപ്പൊ ഇവിടെ ഞാനുണ്ടല്ലോ. ഞാനും വരാ. ഞാനും കുറച്ച് നോക്കി നടത്താം. നീയും കൂടി ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. ഉമ്മ മരിച്ചതിന് ശേഷം ബാപ്പ എന്നെ എങ്ങനെ നോക്കിയതാണെന്നറിയും.
ഉമ്മയില്ലാത്തതിന്റെ വിഷമം ഞാൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ അപ്പൊ വാപ്പയും പോയി. പാവമായിരുന്നു വാപ്പ, എന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നറിയോ. മോനെ, നീ അവളെ വിശ്വസിക്കരുത്. അവളാണ് എന്നെ കൊന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, പടച്ചോൻ്റെ വിധി ഇതാണെന്ന് വിചാരിച്ച് സമാധാനിക്കാം. നമ്മളെന്താ കാട്ടുക? അങ്ങനെ വാപ്പാൻ്റെ ശല്യം ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടി. ഇനി ഞാൻ നോക്കിക്കോളാം. ഈ ദുഷ്ടത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ മോനെ എങ്ങനെ രക്ഷിക്കും? ഞാനിത് അടച്ചതാണല്ലോ, ഇതെന്തെങ്ങനെ വെറുതെ അടിയും തുറക്കും ചെയ്യുന്നു? ചിലപ്പോ കുറ്റിയിടാൻ മറന്നതായിരിക്കും. പുറത്ത് നല്ല മഴയുണ്ട് തോന്നുന്നു. ഓ, ഇപ്പം എന്തോരം സമാധാനം. ഈ വീട്ടിലിനി സുഖമായിട്ട് ജീവിക്കാം. ആ കിഴവൻ്റെ ശല്യം പോയല്ലോ. നീ നിന്റെ ഉമ്മയും കൂടി വക്കീൽ നോട്ടീസ് അയച്ചില്ലേ? അത് കിട്ടിയതേ എന്റെ അടുത്താണ്. ഞാനിതുവരെ എന്റെ മകന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവൻ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല. അല്ലോ, എവിടാ വക്കീൽ നോട്ടീസ്? കുറേ പേപ്പർ ഉണ്ടല്ലോ, ഇതിലിപ്പോൾ എങ്ങനെ തരിക? ഈ വാപ്പാനെ കൊണ്ട് വെറുതെ അയക്കേണ്ടിയിരുന്നില്ല. ഇതെന്താ വാപ്പാന്റെ റൂം തുറന്നു കിടക്കണ്? ഷഹാന, എന്താ നീ ഇങ്ങനെ വലിച്ചിടുന്നത്? അല്ല, നീ എന്തിനാ വാപ്പാന്റെ അൽമാർന്നപ്പോഴത്? നിന്റെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ അവിടെ? ഇത് വാപ്പാന്റെ റൂമാണ്. വാപ്പാന്റെ സാധനങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. ഞാൻ പോലും എന്റെ ഒന്നും വെക്കാറില്ല. അല്ല, ഞാൻ എന്റെ മോതിരം കാണാനില്ലേ, അപ്പൊ അത് ഞാൻ തപ്പായിരുന്നു. എല്ലാ റൂമിലും നോക്കി, പക്ഷെ കിട്ടിയില്ല. ഈ റൂം കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ നോക്കാന്, അതാണ് നോക്കണത്. ഈ റൂമിൽ അങ്ങനെ വരാനാണ്? നീ ആ വലിച്ചിട്ട് നേരെ വെക്കി. വാപ്പാക്കാതൊന്നും ഇഷ്ടമല്ല. അതിന് വാപ്പ അവിടെ ഇല്ലല്ലോ, മരിച്ചില്ലേ. ഷഹാന, വാപ്പ ഈ വീട്ടിൽ ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ എന്റെ മനസ്സിൽ വാപ്പ മരിച്ചിട്ടില്ല. ആ സാധനങ്ങളൊക്കെ നേരെ എടുത്തു വെക്ക്. ഇനി ഒരു അക്ഷരം പറയരുത് നീ. ഇനി ആരും ഈ റൂമിലേക്ക് വരും വേണ്ട. അതൊക്കെ എടുത്തു വെച്ചിട്ട് വാ. ഓ, വാപ്പ മരിച്ചു, എന്നാലും തിമിര് കണ്ടില്ലേ. ഓ, ഈ പേപ്പറിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ തിരയുക? ഒറ്റ കൊട്ട പേപ്പറും ഉണ്ട്. എന്തായാലും തിരയണം. ഏക്കെ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നോക്കി തിരയാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടല്ല. കണ്ടമാനം പേപ്പറും വെച്ചിട്ട് ഒക്കെ പോയിട്ട് തിരയാം. ഇതാ വെള്ളം കുടിക്കാൻ. ജനലടച്ചിട്ടില്ല. ഇന്നലെ ഞാൻ ജനലടച്ചു എന്ന് പറഞ്ഞിട്ട് കടന്നുറങ്ങിയിട്ടേ. ഇന്നലെ കാറ്റും മഴയായിരുന്നു തോന്നുന്നു. നല്ല കാറ്റും മഴയത്ത് നല്ലോണം അങ്ങോട്ട് ജനല് അടയിലും ഉറക്കലും ഒക്കെ ആയിരുന്നു. ഉറക്കം പോയി. ആ ലൈറ്റ് എടുത്ത്.
സൗണ്ട്? എന്തോ സൗണ്ട് കിട്ടുന്നു. എന്തായാലും ഇപ്പോൾ ഉറങ്ങല്ലേ, ഒരു പേപ്പർ പോയി നോക്കാം. ഇക്ക എങ്ങാനും വരുമോ? ഏയ് ഇല്ല, നല്ല ഉറക്കമാണ്. ആരാ വാതിലടച്ചത്? മഴയായിട്ട് കറണ്ടും പോകും. ഷഹാന, ഷഹാന, നീ എവിടെ ഉള്ളത്? ഷഹാന, 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 ഷഹാന. ഞാനിവിടെ ഉണ്ട്. നീ വാതിലൊന്ന് തുറക്കോ? ഷഹാന, എവിടെ നീ? ഞാനിവിടെ ഉണ്ട്. നീ എന്താ വാപ്പാന്റെ റൂമില്? നിങ്ങൾ എന്തിനാ ഇത് പൂട്ടിയത്? ഞാനൊന്നും കൂട്ടിയിട്ടില്ല. അല്ല, നിന്നെ കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ വാപ്പാന്റെ റൂമിലേക്ക് വരണ്ടെന്ന്. പിന്നെന്താ നീ വീണ്ടും വാപ്പാന്റെ റൂമില്? നിന്റെ മോതിരമൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അത് ഞാൻ ഈ റൂമിൽ രാത്രി എന്തോ സൗണ്ട് കേട്ടേ, അപ്പൊ എന്താ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പെട്ടെന്ന് ആരോ വാതിൽ കുട്ടിയിട്ടു. ഞാൻ വിചാരിച്ചു നിങ്ങളാണെന്ന്. അതങ്ങനെ ഞാനാണെന്ന് വിചാരിക്കുക. ഞാൻ നിന്റെ അടുത്തല്ലേ കടന്നുണ്ടായിരുന്നത്. നീ ഇങ്ങോട്ട് വരുമ്പോ എന്നെ കണ്ടില്ല അവിടെ. അങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നീ എന്നെ എന്താ വിളിച്ചില്ല? അല്ല, ഇതൊക്കെ എന്താ നീ വീണ്ടും വലിച്ചു വാരിയിട്ടിരിക്കണത്? അത് ഞാനിപ്പോൾ എടുത്തു വെക്കാം. കുറേ ബുക്കുകൾ കണ്ടപ്പോൾ എന്ത് ബുക്കാണെന്ന് നോക്കിയതാണ്. എന്തോ ഉണ്ടല്ലോ ഈ റൂമില്. ഇവള് വെറുതെ നോക്കണ്ടല്ലോ ഇവിടെ. കണ്ടുപിടിക്കണം എന്താണെന്ന്.